ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, കൊളോസോസ് 2:8 ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യങ്ങൾക്കും മാത്രം ചേരുന്നതുമായ വ്യർത്ഥ പ്രലോഭനങ്ങൾക്കും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കട്ടെ. ചിലരോട് നമ്മൾ സംസാരിക്കുമ്പം അവർ ക്രിസ്തു ഒഴികെ മറ്റുള്ള ചില ശക്തികളെക്കുറിച്ച് പറയും. മണ്ണിൻ്റെ, ചെമ്പിൻ്റെ, ഒരു പക്ഷേ ചില ഉപകരണങ്ങളുടെ, ചില ലോഹങ്ങളുടെ, ചില കാറ്റിൻ്റെ, ചില പഞ്ചഭൂതങ്ങളുടെ ശക്തിയെക്കുറിച്ച് പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തി കളയും, നമ്മളെ വിശ്വസിപ്പിച്ച് കളയും. പക്ഷേ ഈ വിശ്വാസത്തിലൊന്നും ക്രിസ്തുവില്ല. ചില മാനുഷിക പാരമ്പര്യങ്ങളെയും രീതികളെയും അവർ മുറുകെ പിടിച്ചിട്ട് അവരുടെ തത്വചിന്ത വഴി യേശുവിനെ അവർ റൂൾ ഔട്ട് ചെയ്ത് കളയും. ഇവരോട് മിണ്ടി പറഞ്ഞിരുന്നാൽ അല്പം കഴിയുമ്പം നമ്മുടെ ഉള്ളിലെ വിശ്വാസത്തിൻ്റെയും യേശുവിൻ്റെയും പ്രകാശം മങ്ങിപ്പോകും. അതിനെ മൂടത്തക്ക വിധത്തിൽ പഞ്ചഭൂതങ്ങളുടെ ശക്തിയെക്കുറിച്ച് ഇവർ പറഞ്ഞു പഠിപ്പിക്കും. മാനുഷിക പാരമ്പര്യങ്ങൾ കൊണ്ട് ദൈവത്തെ അവൾ മൂടിക്കളയും. പൗലോസ് വ്യക്തമായിട്ട് പറയുക, യേശുവില്ലാത്തതും യേശുവിന് യോജിക്കാത്തതും കേവലമായ പഞ്ചഭൂതങ്ങളുടെ ശക്തി പറയുന്ന, മാനുഷിക പാരമ്പര്യങ്ങളുടെ കീർത്തി പറയുന്ന തത്വചിന്തയ്ക്കും വ്യർത്ഥ പ്രലോഭനങ്ങൾക്ക് ഒരിക്കലും ചെവി കൊടുക്കരുത്. യേശുവല്ലാത്തതൊന്നും നമുക്കൊന്നുമല്ലെന്ന് ഓർത്ത് കിട്ടിയാൽ യേശു നമ്മുടെ ജീവിതത്തെ എടുത്തുയർത്തുക തന്നെ ചെയ്യും. നീ ജയിക്കുക തന്നെ ചെയ്യും. ആമേൻ, ആമേൻ, ആമേൻ.